എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ, കാരണം ആൾക്കാരുടെ മുമ്പിൽ നമ്മളിവിടെ ജീവിച്ചതിന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് തിരിച്ചു പോകുമെന്ന് തീരുമാനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് സംഭവിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ പുറകിൽ അത് കിട്ടിയിട്ടേ മടങ്ങാവുള്ളൂ. കൊച്ചു കുട്ടികൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി വഴക്ക് പിടിക്കുന്ന പോലെ നിൽക്കുക, കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതിന് ഡേറ്റ് ഇടുക. ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങൾ ഇടുക. ആ ഡേറ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം വരുള്ളൂ. നമ്മളെ റീസൺസ്, ഡ്രീമുകൾ എഴുതി വെക്കുക. അത് എന്തൊക്കെയാണ് 1 by 1 എഴുതി വെക്കുക. പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 5 എണ്ണം 6 എണ്ണം എഴുതി കഴിയുമ്പോൾ നിന്ന് പോകും. നിങ്ങളൊരു 100 കാര്യം വീട്ടിൽ നിന്ന് എഴുതി നോക്കി, ഒരു 100 എണ്ണം എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള 100 എണ്ണം ഒരു ലിസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അന്നേരം മനസ്സിലാവും പല ആൾക്കാർ സ്റ്റക്കാവും. അവരുടെ വിചാരം കാശ് വന്നാൽ ഇതൊക്കെ മേടിക്കാവുന്നതാണ്. അങ്ങനെ കാശ് വരില്ല. കാശ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ടിയുള്ള കാശ് പുറകെ വന്നോളൂ. ആ പ്ലാൻ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടില്ല. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുക. ചിലപ്പോൾ വിചാരിച്ച സമയത്ത് കിട്ടിയില്ലേ പോലും കിട്ടാതിരിക്കുകയില്ല. നമ്മളത് കിട്ടിയിട്ടേ, കൊച്ചു പിള്ളേർ ടോയ്സിൻ്റെ പുറകെ നിൽക്കുന്ന പോലെ കിട്ടിയിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടാതിരിക്കില്ല. ചിലപ്പോൾ ഡിലേ വരുമായിരിക്കും. ഡിലേയിങ് ഈസ് നോട്ട് ഡിനേയിങ് എന്ന് പറയും. താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിനേ ചെയ്യുന്നതായിട്ട് കൂട്ടരുത്. കിട്ടിയിരിക്കുക, അതിൻ്റെ പുറകെ ചേസ് ചെയ്യുക. എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ, കാരണം ആൾക്കാരുടെ മുമ്പിൽ നമ്മളിവിടെ ജീവിച്ചതിന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് തിരിച്ചു പോകുമെന്ന് തീരുമാനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് സംഭവിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ പുറകിൽ അത് കിട്ടിയിട്ടേ മടങ്ങാവുള്ളൂ. കൊച്ചു കുട്ടികൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി വഴക്ക് പിടിക്കുന്ന പോലെ നിൽക്കുക, കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതിന് ഡേറ്റ് ഇടുക. ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങൾ ഇടുക. ആ ഡേറ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം വരുള്ളൂ.